അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഗോവയിലാണ്. ഗോവയിലൊരു 6 മണി സമയമാണ് കേട്ടോ ഇത്. ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ സമയമാവാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെയുള്ള വാഷ്റൂമിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം പോകുന്നത് ബാഗ ബീച്ചിലേക്കാണ് കേട്ടോ. പിന്നെ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നതിന് സോറി, എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഇപ്പോഴത്തെ ഈ ശബ്ദത്തിൽ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ വീഡിയോ ഇടാമെന്ന് കരുതിയത്. ഞങ്ങൾ ബാഗ ബീച്ചിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ കുറച്ച് എക്സ്പെക്റ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു ഇവിടെ നടന്ന്. പിന്നെ ഞങ്ങളുടെ പാക്കേജിലെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഗ ബീച്ച് കാണാൻ നൈറ്റാണ് അടിപൊളിയെന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. പക്ഷേ ഇവിടെ നിന്നായിരുന്നു കേട്ടോ ചിലർക്കൊക്കെ ഫുഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി ഫുഡായിരുന്നു, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യം പോയത് അഗൂഡ ഫോർട്ടിലേക്കാണ്. നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടും. പക്ഷേ സൺസ്ക്രീൻ ഒന്നും ഒരുപാട് ഇടാൻ മറന്നുപോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ അകത്ത് കയറി. അകത്ത് അടിപൊളിയായിരുന്നു, നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ആധികാരികമായി പറയാൻ എനിക്ക് ഒരുപാടൊന്നും അറിയില്ല. ഇത് ബ്രിട്ടീഷുകാർ പണിതതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ അതിനകത്ത് കയറി. അതിന് ബാക്കിലായിട്ടൊരു കടലായിരുന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പ്ലേസ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് പോലായിരുന്നു കേട്ടോ. ഇത് അടുക്കള, ബെഡ്.
ആക്കിയിട്ട് നേരെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പുറത്തിറങ്ങി. അടുത്ത് ഞങ്ങൾ പോകുന്നത് പൂളിലേക്കാണ് കേട്ടോ. അവിടെ ജസ്റ്റ് എൻജോയ് ചെയ്തിട്ട് റൂമിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ എനിക്ക് കൂർഗിലെ ആ ഒരു വാട്ടർ ആക്ടിവിറ്റീസിന് ശേഷം വെള്ളം നല്ല പേടിയാണ്. പക്ഷേ എങ്കിലും ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി അത്യാവശ്യം എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ റൂമിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി അടുത്ത് പോകുന്നത് ബാഗ ബീച്ചിലേക്കാണ്, നൈറ്റ് ലൈഫ് ഒന്ന് കാണാനായിട്ട്. ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഞങ്ങളത്തെ ഒരു സമയം പറഞ്ഞിട്ട് അപ്പം എത്താനായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാം തകിടം മറിഞ്ഞു. കാരണം ഞാൻ ആദ്യമേ പോയവരുടെ കൂടെ അല്ലായിരുന്നു പിന്നീട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ നീ പോയതെവിടെ? ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനും ഒരു പൈസ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നും ചെയ്യാതെ നേരെ ബാഗ ബീച്ചിലേക്ക് പോയി. അവിടെ DJ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ സത്യമായിരുന്നു. രാവിലത്തെക്കാളും അടിപൊളി നൈറ്റാണ്. നൈറ്റ് സത്യം പറഞ്ഞാൽ ബാഗ ബീച്ച് സ്വർഗ്ഗമാണ് കേട്ടോ. അത്രയ്ക്കും അടിപൊളിയാണ് ബാഗ ബീച്ച് കാണാൻ. ഞങ്ങൾ ആദ്യമേ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രാവിലെ പോയി അതേ സ്ഥലത്ത് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിന് ശേഷമായിരുന്നു ഞങ്ങൾ കുറച്ച് അങ്ങോട്ടേക്ക് പോയത്. ബാഗ ബീച്ച് ഇങ്ങനെ കടൽ പോലെ കിടക്കുകയായിരുന്നു. അവിടുത്തെ ലൈറ്റും സെറ്റപ്പ് എല്ലാം. പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് പേര് ചോദിച്ചാൽ എന്ത് പറയണം? ഞാൻ കീർത്തന, ഞാൻ കാവ്യ, അശ്വതി, ഈ ലക്ഷ്മി എടു, പിന്നെ ഞാനും എടുത്ത എന്തെങ്കിലും പറയാം. നമ്മൾ പരിചയമുള്ള സ്ഥലത്ത് വന്നാൽ പേര് പറയാൻ പാടില്ല. പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നാൽ പേര് പറയാൻ പാടില്ല. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങിയില്ല. കാരണം ഗോവ നല്ല എക്സ്പെൻസീവാണ്. അവിടുത്തെ എന്താ കുഞ്ഞു സാധനങ്ങൾക്ക് പോലും നല്ല വിലയാണ്. ആ കീച്ചെയിനൊക്കെ 120 രൂപയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും വാങ്ങാതെ നേരെ ബീച്ചൊക്കെ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് കരുതി. അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഉപ്പും മുളകൊക്കെ ഇട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു സ്പേസിലേക്ക് പോയി. അത് എന്ത് കടയാണെന്ന് എനിക്കറിയില്ല, കുറേ കടകളുണ്ടായിരുന്നു അതിനകത്ത്. ആദ്യം ചെന്നിരുന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് ലസ്സി ആയിരുന്നു കേട്ടോ. ഞാൻ ലസ്സി ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു. ഈ ഒരു ലസ്സിക്ക് 80 രൂപയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്തു, ഷെയർ ഇട്ട് വാങ്ങാമെന്ന് കരുതി. അപ്പം ഞാൻ ഷിബിനെയും കൂടി ഷെയർ ഇട്ട് വാങ്ങുകയാണ് ചെയ്തത്. അതിനിടയ്ക്ക് എവിടെ നിന്നൊക്കെയോ 5 രൂപയുടെ ലേസൊക്കെ 5 രൂപയുടെ കുർക്കുറെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഗീതു അഖിലയും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പാവ് ബജി ആയിരുന്നു. എക്സ്പെക്റ്റേഷൻ വേഴ്സ് റിയാലിറ്റി ആയിരുന്നു കേട്ടോ. ഇത് വായി വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു. ആ കറിക്കൊരു മീൻകറിയുടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിനിടയ്ക്ക് ലാസ്റ്റ് വന്ന പീസിനെ ആ കറിയിൽ മൊത്തത്തോടെ മിക്സ് ചെയ്ത് അഖില കഴിച്ചു. എന്നിട്ട് അടിപൊളി എന്ന് പറഞ്ഞു. അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷിബിന, എങ്ങനെയുണ്ട് പാവ് ബജി? കൊള്ളാവോ? നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എവിടെ ഒന്ന് മാറിക്കേ. അയ്യോ ഇവിടെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് അയ്യോ എവിടെ 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 ഇതാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ റിയാലിറ്റി ഇതാണ്. എനിക്ക് വായി വെക്കാൻ കൊള്ളൂല. പക്ഷെ ഞങ്ങൾ കഴിച്ചു. 80 രൂപയല്ലേ? 80 രൂപയാണ് ഈ കൂതറ സാധനത്തിന്. അതിനുശേഷം ഞങ്ങളൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ കടലിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നല്ല റേറ്റ് ആയിരുന്നു. അതിനിടയ്ക്ക് വിശപ്പ് മാറ്റാനടുത്ത് ഞങ്ങളൊരു മാസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും 20 രൂപയുടെ സാധനം ഒരു 25 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതവിടെ വെച്ചോണ്ടിരിക്കുന്നതിന് തന്നെ നല്ല പൈസയാണെന്നാണ് പറയണേ. അറിയില്ല, നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ ഗോവ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷിബിനയുടെ ചേച്ചിക്ക് ഒരു ചെരുപ്പൊക്കെ വാങ്ങാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഈ ചെരുപ്പിന് എത്ര രൂപയെന്ന് ചോദിച്ചാൽ മാമൻ ഏതാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ മാമൻ പറയാ 20,000 റുപ്പീസ് എന്ന്. ഞങ്ങൾ കടയോടെ വാങ്ങാൻ വന്നതല്ല, ഒരു ചെരുപ്പിന്റെ പൈസ ചോദിച്ചത്. 3 color and black color. 250. അപ്പൊ എന്റെ കറക്റ്റ് ആവും. Because wait. Size you can get different color. Okay, please. അത് മതിയോ? മതിയായിരിക്കും.
എന്താണ് അഭിപ്രായം? ഷിബിനതെ ഈ ചെരുപ്പിന്റെ ഈ ചെരുപ്പിന്റെ വേറൊരു പച്ച കളർ 350 രൂപ സാധനം അങ്ങനെ വിജയകരമായി ഷിബിന വില പേശി 300 രൂപയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ തള്ളക്ക് വിളിക്കുന്ന ദൈവത്തിനറിയാം. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ. അങ്ങനെ അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞ് ഞാൻ ഷിബിനെയും കൂടി ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പിന്നെ ഇറങ്ങി. ബാക്കിയുള്ളവരൊക്കെ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെ പോയാലും കിട്ടുന്ന ഒരു ഐറ്റമാണ് ഐസ്ക്രീം. ഇവിടെ ഞങ്ങൾ കയറാത്തൊരു കട പോലും ഇല്ല. ഐസ്ക്രീം ഉണ്ട്, എല്ലാത്തിനും മുടിഞ്ഞ വിലയാണ്. ഒരു കുഞ്ഞ് ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീമിന് 100 രൂപ അല്ലേ ഷിബിനി? ഓഫ് കോഴ്സ് സോ ഗോവ ഈസ് എക്സ്പെൻസീവ്. ഐസ്ക്രീമേ കിട്ടിയില്ല. എന്നാൽ പിന്നെ പാനിപൂരി ട്രൈ ചെയ്യാമെന്ന് കരുതി. ഞാൻ ഉത്സവങ്ങൾക്ക് പോയാൽ വരെ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ഐറ്റമാണ് ഈ പാനിപൂരി. അത് അത്യാവശ്യം വെള്ളം അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി പാനിപൂരി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഫ്രണ്ട് അഖിലേക്കും കൂടിയാണ് വാങ്ങിയത്. പക്ഷെ ആളെ കണ്ടില്ല. ലാസ്റ്റ് അത് ഫുള്ള് ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ട അവസ്ഥയായി. ഒരു ഐസ്ക്രീം പോലും നന്നായിട്ട് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ആ ഷോപ്പ് കണ്ടത്. സത്യം പറഞ്ഞാൽ അതൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശത്ത് ഒരു ജസ്റ്റ് ബോക്സിലായിട്ട് ഐസ്ക്രീം വെച്ചിരുന്നായിരുന്നു കേട്ടോ. അത് ഞങ്ങളങ്ങനെ വാങ്ങി. 20 രൂപയായിരുന്നു കേട്ടോ ഐസ്ക്രീം. എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓടി ഓടി അവസാനം ഷിബിനിക്ക് വയ്യാണ്ടായി. അങ്ങനെ അവക്കും കൂടെ ഭാഗ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവക്കും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാനൊരു ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യട്ടോ. എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ടാണ്, സോറി. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.